തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി. ശ്രീ രമേശ് നാരായൺ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പാകപ്പുഴയിൽ അദ്ദേഹം വ്യാജം ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അയാൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കണക്കിലെടുക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ റീസൺസ് ഒക്കെ കുറച്ച് ഫ്ലിംസി ആയി പോയി. പക്ഷെ ഞാൻ കൂടുതൽ കുത്തിനോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ചർച്ചയിൽ സ്മൃതി പറഞ്ഞൊരു വലിയ ഘടകമുണ്ട്. കാര്യം കലയെ വർഗീയമായി കൂട്ടിക്കഴുകുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോഴും പാഠം ഉൾക്കൊള്ളാതെ ഫാസിസ്റ്റ് ചിന്തകളുമായി നടക്കുന്ന ചില ആളുകൾ, എല്ലാത്തടത്തും വർഗീയത മാത്രം ലാക്കാക്കി നടക്കുന്ന ഈ റിപ്പോർട്ടറിലെ ഈ ന്യൂസ് ചർച്ച നടക്കുമ്പോൾ താഴെ വരുന്ന കമന്റുകളിൽ മുഴുവൻ വരാൻ പോകുന്ന വിഷം ചീറ്റുന്ന കമന്റുകളാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആംബീസ് ബോധയുടെ പോലെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഘടകമുണ്ട്. ഈ കേരളത്തില് നമ്മൾ വളരെ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഊറ്റം കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു സന്ദർഭം വരുമ്പോൾ പോലും വർഗീയപരമായി അതിനെ ചിത്രീകരിക്കാൻ ചില കുൽസിത ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് തള്ളി പറയേണ്ടത്. അതിനെ ശ്രീ രമേശ് നാരായൺജി തള്ളി പറഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ആളുകളായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തൊഴുതു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം എന്നൊരു അഭിപ്രായമാണ്. ഇത് കൂടുതൽ സങ്കീർണമാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് വേറെ പലതും പറയാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൺഫെഷനിലോടുകൂടി ഞാനൊന്ന് കുറച്ചുകൂടി എന്റെ കമന്റ്സുകൾ റിസർവ് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ പ്രോഗ്രാം ഞാൻ കാണുകയും അതിൽ ആസിഫ് അലിക്കുണ്ടായ ഒരു അവഗണന, അത് ആസിഫ് അലിക്ക് മാത്രമല്ല ഓരോ മലയാളിക്കും ഉണ്ടായ ഒരു അവഗണനയാണെന്ന് ഞാൻ കരുതുന്നു. ആ സമയത്തും ദുർഗാകൃഷ്ണനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ ഓടിപ്പോയി ആസിഫിന് കൈ കൊടുത്ത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നത്, അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കലാകാരൻ അപമാനിക്കപ്പെടുമ്പോൾ, കലാകാരൻ എന്ന നിലയിലല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അതുപോലെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അതിന് ശ്രീ രമേശ് നാരായൺജി അദ്ദേഹം അതിന് ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് ഈ വിഷയം ഒരു സങ്കീർണമാക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ആളുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയം, ജയരാജിനോട് കാണിച്ച ഒരു സ്നേഹത്തിന്റെ ഒരു അംശം പോലും, ഒരു കൺസിഡറേഷൻ പോലും ആസിഫ് അലിയോട് കാണിച്ചില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് പറ്റിപ്പോയതാണ് എന്നും അദ്ദേഹം കൺഫ്യസ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ അത് കൂടുതൽ കുത്തി നോവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയുമല്ല. ഒരാൾ പരാജിതനായി അല്ലെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു പിഴവ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തൊഴുകൈയോടുകൂടി സംസാരിക്കുമ്പോൾ അതിനെ മാനിക്കണമെന്നാണ് എന്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് വരുമ്പോൾ ഏറ്റവും ആകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് ഒരു മതത്തിന്റെ പേരില് അല്ലെങ്കിൽ വർഗീയപരമായി ഇതിനെ ആളിക്കത്തിക്കാൻ ചില ആളുകൾ കാലാകാലങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ച് കാണും. പക്ഷെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ, കലാകാരന്മാരായാലും എല്ലാവരും ഇത്തരം കുൽസിത പ്രശ്നങ്ങളുമായി വരുന്നവർ, ഇത്തരം ആളുകളെ, ഇത്തരം ഫ്രസ്ട്രേറ്റഡ് മൈൻഡുകളെ അകറ്റി നിർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ ദൂരവ്യാപകമായി ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ പോകും. അത് തീർച്ചയായിട്ടും എന്റെ സഹപാനലിസ്റ്റുകൾക്കും ഇതേ അഭിപ്രായം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.